വന്നിട്ടുള്ളത് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഫ്രണ്ട്സ്. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കാക്കാനെ പ്രാങ്ക് ചെയ്യാൻ പോകണം ഗൈസ്. അത് ഗൈസ് നമ്മൾ കാക്കാനെ പ്രാങ്ക് ചെയ്യാൻ പോകണം ഫ്രണ്ട്സ്. നിങ്ങൾക്കറിയണ്ടാവും കാക്കൻ്റെ ഒരു 5-10 പ്രാവശ്യം എന്നെ പ്രാങ്ക് ചെയ്ത് എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചിക്കണേ, എൻ്റെ മേത്ത് മൈദ ഒഴിച്ചിക്കണേ, അങ്ങനെ പല കാര്യങ്ങളും കാക്കനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ഫൈനലി നമ്മൾ ഒരു റിവെഞ്ച് പ്രാങ്ക് തിരിച്ച് കൊടുക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഗൈസ്? നിങ്ങൾക്കറിയോ? എനിക്ക് നല്ല സന്തോഷമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ പ്രാങ്ക് കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പം തന്നെ നേരെ വീഡിയോ. അങ്ങനെ ഇനി ഞാൻ നിങ്ങൾക്ക് പ്രാങ്ക് എന്താന്ന് പറയട്ടെ ഫ്രണ്ട്സ്. അതിന് മുമ്പ് എനിക്കൊരു പ്രാങ്കിങ് പാർട്ട്ണർ ഉണ്ട്. ആരാണ് പാർട്ട്ണർ? ഫ്രണ്ട്സ് മൻക്കാണ്. നമ്മുടെ പാർട്ട്ണർ പറഞ്ഞത്. അപ്പൊ ഇനി വെച്ചാൽ ഈ പ്രാങ്ക് കഴിഞ്ഞാണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ട് കാക്ക പ്രാങ്ക് വരുമ്പോ എനിക്കും എന്ത് അല്ല പ്രാങ്ക് സക്സസ്ഫുൾ ആയാലും രണ്ടാൾക്കും പണി വരും എന്തായാലും പറഞ്ഞു. ഇതിന് മുന്നത്തെ ഒരു നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നോട് CS for 24 hours പറഞ്ഞാല് അതിൽ ഞാൻ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് പോയിരുന്നല്ലേ, കുറച്ച് കാര്യങ്ങൾ കാക്കനെ വെച്ച് ചെയ്തു. നിന്നോട് അന്നിട്ട് പറയണം എനിക്ക് തിരിച്ചു തരും. പക്ഷെ കാക്ക എനിക്ക് ഇതുവരെ തിരിച്ചു തന്നില്ല. മെയിൻ റീസൺ പറഞ്ഞാൽ കാക്കക്ക് പരീക്ഷയാണ് ഗൈസ്. കാക്ക കോളേജ് 4th year 3rd year ഇതാക്കാൻ പോകണം. അപ്പൊ മെയിൻ എക്സാം ആണ് ഇപ്പൊ ഉള്ളത്. കാക്ക അപ്പുറത്തെ റൂമിലാണ്. അപ്പൊ ഈ റൂമിലല്ല, അപ്പുറത്തെ റൂമിലാണ് ഗൈസ്. അതുകൊണ്ട് നമ്മള് പറഞ്ഞാല് ഒന്നും കേക്ക് ഉണ്ടാവൂല ഗൈസ്. ഞാൻ പറഞ്ഞിരുന്നു കാക്കാനോട് ഞാൻ വെറുതെ ഒരു ഡെയിലി വ്ളോഗ് എടുക്കുന്നുണ്ട്, അപ്പൊ കാക്കയുടെ അടുത്തേക്ക് വെറുതെ വരും. അപ്പൊ കാക്ക മിക്കവാറും അങ്ങനെ വിചാരിച്ചു. പിന്നെ കാക്കൊക്കെ അറിയാം ഫ്രണ്ട്സ് ഞാൻ കാക്കനെ പ്രാങ്ക് ചെയ്യില്ല. കാരണം കാക്ക വിചാരിച്ചാൽ ഞാൻ പാവാണ്. നല്ല പകുണ്ട്. അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോകണം ഫ്രണ്ട്സ്. അതിന് മുമ്പ് തന്നെ ഞാൻ സൂപ്പർ ഗ്ലൂ ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ ഗൈസ്. എന്നിട്ട് നമ്മൾ കാക്ക വരുമ്പോ നമ്മൾ ചേർമ ഫുള്ളാക്കിയാണ് നമ്മൾ കാക്കനെ പറ്റിക്കുക. ആദ്യം തന്നെ നമ്മൾക്ക് ഡെയിലി വ്ളോഗാണ് പറഞ്ഞാൽ കാക്കയുടെ അടുത്ത് സാധാ പോലെ കാരണം എന്തായാലും നമ്മൾ പഠിക്കും. എന്തായാലും നമ്മൾ സൂപ്പർ ഗ്ലൂ ഇടുമ്പോൾ കാക്കാൻ നമ്മളൊന്ന് വീഡിയോ എടുക്കും. കാരണം സൂപ്പർ ഗ്ലൂ എടുക്കുമ്പോഴല്ല, സൂപ്പർ ഗ്ലൂ എന്നാൽ അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, നമ്മൾ എന്തായാലും വീഡിയോ എടുക്കും. അത് ഞാൻ കാക്കൂട് സാധാ പോലെ ഡെയിലി വ്ളോഗിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നാണ് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ആംഗിൾ കിട്ടണം. പേടിണ്ട് കാക്ക ചിലപ്പോ അറിയുമെന്ന്, പക്ഷെ നമ്മൾ കഴിയുന്നതും അറിയാതെ നോക്കും. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കാക്കാന്റെ റൂമൊക്കെ പോകാൻ പോവാൻ ഫ്രണ്ട്സ്. നമ്മൾ പ്രാങ്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ പറയൂല, നമ്മൾ മെല്ലെ പോവാൻ പറയാം. അപ്പൊ ഗൈസ് ഇനി നമ്മൾ കാക്കാനെ കാണാൻ പോവാണ് ഫ്രണ്ട്സ്. നമ്മുടെ ഡെയിലി വ്ളോഗത്തെ മെയിൻ ആളാണ്. ഹായ് ഗൈസ്, ഡെയിലി വ്ളോഗാണ്. എന്താ ഡെയിലി വ്ളോഗ് പാർട്ട് 1? ഡെയിലി വ്ളോഗ് പാർട്ട് 1 ഫ്രണ്ട്സ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി വ്ളോഗ് ഒക്കെ എടുക്കണേ, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വിചാരിച്ചു ഇത് ചായ ഒക്കെ കുടിച്ചു വരികയാണേ. എന്താണ് ഡെയിലി വ്ളോഗ്? ഡെയിലി വ്ളോഗ് ആണ് പുതിയ സംരംഭമാണ്. എന്നിട്ട് എന്തൊന്ന് വിശേഷം? നിങ്ങ എങ്ക പറയണേ? ഒന്നല്ലേ ചോദിക്ക, അല്ലെങ്കിൽ മിനിച്ച വീട്ടില് വണ്ടി ഇരുന്ന് ഇതാക്കണം. മിനിച്ച ഡെയിലി അങ്ങനെ പറയാം. പിന്നെ ഞാൻ ജീവിതത്തിൽ ഡെയിലി വ്ളോഗ് എന്തൊരു കഷ്ടാണിത്. കാക്കക്ക് സുഖല്ലേ? പരമസുഖം. അതെ, പഠിച്ചോണ്ടിരിക്കുന്ന മറ്റന്നാളെ ഫ്രൈഡേ. ഫ്രൈഡേ നല്ലതാണ്. കാരണം കണ്ടക ശനി നമ്മൾ പറയില്ല, നമ്മളെ കണ്ടക അത് ശനിയാഴ്ച വായ തുറന്നാ പോയതാ വിട്ടോ. അപ്പൊ ഞങ്ങള് കാക്കനെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. നമുക്ക് ഷൂട്ട് ഐഡിയ ചെയ്യണ്ട. അതിന് കാക്കല്ലേ ഷൂട്ട് ഐഡിയ കാക്കാന്റെ പുതിയ വൈറ്റ് അല്ലേ? പുതിയ വൈറ്റല്ലേ ഫ്രണ്ട്സ്. നമ്മൾ ഷൂ നമ്മൾ ടൈഡിന് വേണ്ടി സ്പ്രേ പെയിന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേ. കാക്ക വരുവോ? ഞാൻ വരും ഇൻഷാ അല്ലാഹ്. കടന്നാ പഠിക്കണം, അത് വേറെ വൈബ്. ഇടക്ക് മൂടുമ്പോ വിൻസന്റെ ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോട്ടെ. അപ്പൊ കാക്കാന്റെ പണി കഴിഞ്ഞു, ഇനി കാക്ക പോയിക്കോ.
അങ്ങനെ ഇനി നമ്മൾക്ക് പറഞ്ഞത് നമ്മുടെ സൂപ്പർ ഗ്ലൂ പൊട്ടിക്കലാണ്. കാരണം നമ്മുടെ സൂപ്പർ ഗ്ലൂ പറഞ്ഞത് പെട്ടെന്ന് മേലെ ആളുണ്ട് ഗൈസ്, പെട്ടെന്ന് ഉണങ്ങും. അപ്പൊ പെട്ടെന്ന് ഉണങ്ങാൻ പാടില്ല, പെട്ടെന്ന് ഉണങ്ങാൻ പാടില്ല. അത് ഗൈസ് അപ്പൊ പൊട്ടിച്ചാണ്ട് ഒന്നും ഓട്ടാക്കി ഫ്രണ്ട്സ്. ഇവരത്തെ നമുക്ക് മുട്ടുസൂചിയൊക്കെ തന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ്, നമ്മ കാക്കാനെ പെട്ടെന്ന് ഉമ്മച്ചി ചോറിനാ അല്ല ഞാൻ വെറുതെ കുത്തിയാണ് ഗൈസ്. നമ്മൾ ചോറിനാൻ വിളിക്കുമ്പോളേ കാക്ക സാധാ വരെ കാക്ക എന്തായാലും മേലെന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരണല്ലോ. ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഈ സൂപ്പർ ഗ്ലൂ ആക്കണം. കാരണം സൂപ്പർ ഗ്ലൂ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങും ഗൈസ്. അപ്പോൾ കാക്ക കയറി വരുന്ന ആ സമയത്ത് നമ്മളവിടെ കുറെ പീച്ച് വെക്കണം. എന്നിട്ട് കാക്ക നേരെ വന്ന് ഇരിക്കുന്നു. പിന്നെ കാക്ക ഭക്ഷണം കഴിച്ചിട്ട് എണീക്കുമ്പോഴാണ് മെയിൻ കാര്യം. അപ്പൊ നീക്കാൻ പറ്റൂലല്ലേ? പടച്ചത് അടിപൊളിയായ മതിയായിരുന്നല്ലേ? കൊറേ കാലം പ്രായം കൊടുക്കാൻ വിചാരിച്ചിട്ട്. കൊറേ കാലം നമ്മൾ ജീവിതത്തിൽ പ്രായം കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ ഒരു പുലിയാട്ടായിരിക്കും മിക്കവാറും. എനിക്ക് റിവെഞ്ച് തരും. കുറച്ച് വട്ടം ഇന്നെ മൈദയിലൊക്കെ എടുത്ത് കുളിപ്പിച്ചിക്കണേ. പിന്നെ ലാസ്റ്റ് ആ വീഡിയോയിലല്ലേ അതൊരു പ്രാങ്കൊന്നുമല്ല കേട്ടോ, അത് യെസ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ പൊട്ടിച്ചതാക്കുക. എന്നിട്ട് നമുക്ക് കാക്കനെ വിളിക്കണം. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ മിക്കവാറും നമ്മുടെ പ്രാങ്കിലോട്ടേക്കും. അപ്പൊ നമുക്ക് ഇത് വേദം പൊട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ പോണം ഫ്രണ്ട്സ്. എന്തായാലും ഫ്രണ്ട്സ് മെയിൻ കാര്യം നമുക്ക് വല്ലാതെ ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ്, നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആക്കി ഉച്ചക്കത്തെ ഭക്ഷണത്താണ് നമ്മൾ വിളിക്കാൻ പോണത്. നമുക്ക് എന്തൊക്കെ ഞാൻ പെട്ടെന്ന് നിർത്തുന്നു പറഞ്ഞായിരുന്നു. നമുക്ക് വെത്തലുണ്ട്, പിന്നെ നമുക്ക് സാധാരണ കറിയുണ്ട്, പിന്നെ ഇതിന് വേലും കറിയില്ല, ചോറുണ്ട്, പപ്പടുണ്ട്, പിന്നെ നാരങ്ങച്ചാറുണ്ട്. ഇത് കോവയ്ക്ക എന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ സംഭാരുണ്ട് ഗൈസ്. ഞാൻ പറയാം ഫ്രണ്ട്സ്, ഇവിടെ എപ്പോഴും ഇരിക്കണം എങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഞാനിരിക്കും, ഇവിടെ അപ്പച്ചിരിക്കും, ഇവിടെ അമ്മച്ചിരിക്കും, ഇവിടെ വനിക്കും, ഇവിടെ കാക്കിരിക്കും, ഇവിടെ അല്ലാതെ ഒരു ഊട്ടി ഇരിക്കൂല ഗൈസ്. ആ ചേര് പറഞ്ഞത് പിന്നെ അങ്ങനെ നമ്മൾ എടുത്തിരുന്നതാണ്. ഈ പണിയാണ് കൊടുക്കണ്ടേ? നല്ല കോമഡിയാണ്. അപ്പൊ ഇനി നമ്മൾ ഒഴിക്കാൻ പോവാണെങ്കിൽ നമ്മളെ ഇവിടെ പണി കൊടുക്കാനുള്ള സീറ്റ് ഇപ്പൊ വിളിക്കേണ്ടി വരും. അപ്പൊ എന്റെ കൈമണൊക്കെ കഴിക്കണേ കാണില്ലല്ലേ? കാണില്ല. ഇത് കോളായ മീൻസ് അഞ്ഞ് കാക്ക അവിടെ പോയിരുന്നാലും എന്താ പറ്റൂ? അവിടെ ഇരിക്കൂല. ഉറപ്പാ? അതിന്റെ പക്ഷെ ഇതിലൊന്നും കാണില്ല. ഉണ്ട് പടച്ചോര അത്ര ഒന്നും വേണ്ട, നീക്കാൻ പറ്റില്ല. കൊണ്ടുപോയി നമ്മൾക്ക് ബെല്ലടിക്കാം. ഭക്ഷണം കഴിക്കാവാ മിൻസ. അപ്പൊ നമ്മുടെ പരിപാടി എന്താ? അപ്പൊ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെ പറയാം. നമ്മൾക്ക് ഭക്ഷണമുണ്ട്, പിന്നെ നമുക്ക് ചോറിന്റെ കാക്ക വന്നിട്ടില്ല ഗൈസ്. എനിവേസ് നമുക്ക് പപ്പടുണ്ട്, നമുക്ക് ഇതിനെന്താ പറയാ, ഇതിന് എന്താ പറയാ, ഇത് അതിനോട് പറഞ്ഞില്ലേ പുതിയ സംരംഭമാണ്. ഞാൻ പറഞ്ഞുതരാ. ഇതിനെന്താ പറയാ, ഇതെന്താ പറയാ, നാരങ്ങ ഗൈസ്. പിന്നെ നമുക്ക് ഇതുണ്ട്. ഇനി കാക്കാനെ ഈ വ്ളോഗിന് കിട്ടില്ല ശരിക്ക്. എക്സാം ആയ ഒരു 3-4 മണിക്കാണ് തിന്നല്. അത്ഭുതം. മിനിറ്റ് ചോറൊക്കെ ആർക്ക് അത് ഓൾക്കിട്ടല്ലേ? ഞാൻ ഇങ്ങനെ വെല്ലെന്ന് പോയി, പക്ഷെ ഞാൻ തിരിച്ചിരിക്കാൻ സ്പെഷ്യലൊക്കെ പറഞ്ഞെടുത്തോ? എല്ലാം പറഞ്ഞെടുത്തു. എന്തൊക്കെ സ്പെഷ്യലാണ്? നമുക്കെന്ത് ബത്തളാണ്. പോകണ്ടോ? ഭയങ്കര തിരക്കും. തിരക്കൊന്നുമില്ല, ഓള് ഫുഡ് കഴിക്കല്ല, ഞങ്ങക്ക് വേറെ പണിയുണ്ടേ. ഭയങ്കര എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നുന്നത്. അപ്പൊ ഇനി ഒന്നുമില്ല ഗൈസ്, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാണ്. കാക്ക ഫോണിലൊക്കെ മാത്രം വീഡിയോ എടുക്കാണ്ട് ഫോണത്തിൽ അല്ലെ ഗൈസ്. മിൻസ ഫുൾ ടൈം ഫോണിലാണ്. ഫോണിലേക്ക് ഫുഡ് കഴിക്കൂലെന്ന് പറഞ്ഞത്. ഇത്രയും കാലം അങ്ങനെ നല്ലതെന്നാല് പപ്പ എടുക്കും. അപ്പൊ എന്താണ്
എനിവേസ് നമുക്ക് പപ്പടം ഉണ്ട്. ഇതെന്താ മിൻസിന്റെ ഫേവറേറ്റ് എന്താണ്? കോവക്ക കോക്കാക്ക ഉണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. നമുക്ക് തിന്നാം, അത് നമുക്ക് വേണ്ട. അത് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ചോറ് എന്താണ് ഭക്തലും പപ്പടവും മോരുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ടൈഡൈ പരിപാടിയിലേക്ക് പോണം. ഉണ്ടാവൂലേ? അല്ല എന്റെ ഷൂസ് ടൈഡൈ എന്റെ പഴയ ഷൂ ആണ് ടൈഡൈ പോണേ. പക്ഷെ കാക്ക റിസൾട്ട് നോക്കാൻ പറ്റും. ഒരു ഷൂ 2 കളറിൽ വാങ്ങിയിട്ട് തന്നെ അതിന് ഫോട്ടോ കൊടുത്തു. ആ 2 കളറിൽ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കേൾക്കാം, ഇൻസെന്റിന് കേൾക്കാത്ത പ്രശ്നങ്ങളില്ല. ഇനി വൈൻ്റെ അടി ടൈ ടൈഡേ ചെയ്യുന്ന കൊളാട്ടത്തിന് ഷൂ ഒക്കെ എടുത്തിട്ട് തന്നെ മാന വാങ്ങേണ്ട മണ്ടൊക്കെ ഒരു നീര് കൊടുക്കാൻ പോകില്ല. ഇഞ്ചി ടൈഡേ ചെയ്തിട്ടല്ലേ ഒന്നും ഉണ്ടാവാൻ പോണില്ല കേട്ടോ. മത്തളാണ് സത്യം. മൂക്കിനെ കുത്തി ഞാൻ എന്തായാലും കളഞ്ഞ ആദ്യം തൊട്ടനെ മറക്കുണ്ടായ കഴിച്ച് പൊട്ടത്തിന്റെ പോന്ന് പാന്റ് പാവല്ല മിനിച്ചെന്ന് അടിച്ചാണ് കാര്യം. മറ്റെന്തെങ്കിലും മാറി മറ്റെന്ത് ചെട്ടി അങ്ങനെ ബാഗ് വേണ്ട ബാഗ് വേണ്ട. നിങ്ങളൊക്കെ ആടണേ കറങ്ങി കറങ്ങി ഞാൻ അമ്പരം കണക്കിന് എങ്ങനെ പാന്റ് കുളം കര കര കുളം കുളം കര കര വീട്ടിൽ നീരാന്നായിക്കൂടോ. കര കുളം കുളം കര കര ഞാൻ ലെറ്റർ കാക്കിയതില് ഇവിടെ കാണില്ലല്ലോ. ഒന്നും ചെയ്തില്ല, ഒന്നുമില്ലല്ലേ. വാ, പുതിയ ഡ്രസ്സാട്ടോ. ഇത് പുതിയ ഡ്രസ്സാ. ബൈക്കിന് ചളിയാക്കിയ കൊല്ലും. പുതിയ ഡ്രസ്സാ. അതാ നന്നായി. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മിൻസ് പൊരിച്ചത്. ആദ്യമായി നമ്മൾ തല കേൾക്കുകയാണ്. നമ്മളിപ്പോ കുളിപ്പിച്ചോണ്ടിരിക്കുക. മിൻസ് എങ്ങനെ ഉണ്ടായി മിൻസ പ്രാങ്ക്? ഒന്നും പറയല്ലേ? ഒന്നും ആയിട്ട് പോലും ഇല്ലാതോ? എന്താണ് എന്റെ ഡ്രസ് ഒരിത്തിരി വൈറ്റ് വെച്ചാണ് ഓടി ചടിയാവൂല. ഇതിലാരൊക്കെ പ്രാങ്ക് ആയപ്പോ ഡെയിലി വ്ളോഗ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാ. മിൻസ പാവം ഗൈസ്, മിൻസ കഷ്ടപ്പെട്ടൊരു പ്രാങ്ക്
ആലോചിച്ച് എത്ര ദിവസം കൊണ്ടാക്കി അറിയാം കാക്കത്. ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ അതെല്ലാം പാളി പോലെ പാളിയില്ല, പക്ഷെ കുറച്ച് റെഡി ആയി. പക്ഷെ മിൻസ് ഞാൻ എന്ന് വിചാരിച്ചാரு ഗൈസ്. ഞാൻ കസാലും കൊണ്ട് മിൻസ് എങ്ങനെ ഓടാൻ വരും, ഓടി പിടിച്ചാൽ വരുന്നൊക്കെയാണ്. അതൊക്കെ പാളി. ഇറ്റ്സ് ഓക്കെ അല്ലേ മിൻസ? ഹോട്ടല് മിൻസ ഇടയ്ക്കൊന്ന് കുളിച്ചിട്ട് നല്ലതാണ്. എല്ലാവരും ഒന്ന് കുളിക്കുക. ആഴ്ചയിൽ ഒരു വട്ടയിലും കുളിച്ചോട്ടെ മിൻസ. മിൻസ അവിടെ പറഞ്ഞ പോവോ മിൻസ? ഞാൻ ഇവിടെ വെച്ച് നിർത്തണം. ബൈ ഗൈസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.